കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്നലെ നിന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഇത് മനസ്സിൽ കൊണ്ട് നടന്ന എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഭ്രാന്ത് പിടിച്ചില്ലെന്നേ ഉള്ളൂ. ആ നിമിഷം നീ കാണിച്ച വലിയ മണ്ടത്തരായിപ്പോയി. തിരുത്താൻ പറ്റാത്ത തെറ്റാത്. തിരുത്താൻ പറ്റാത്ത എന്ത് തെറ്റാ സഞ്ജു ചെയ്തത്? അതമ്മേ പറയടാ, അവന്റെ അമ്മ കൂടെ അറിയട്ടെ. അത് മറ്റൊന്നുമല്ല ശ്രീദേവിയമ്മേ. ഈ ക്രമക്കേട് കാണിച്ചതിന് പിരിച്ചുവിട്ട അക്കൗണ്ടിനെ സഞ്ജു തിരിച്ചെടുത്തു. അതൊരു തെറ്റല്ലേ? അപ്പോഴേ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. നീ ഉരുണ്ട് കളിച്ചതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല, സത്യമായിട്ടാ പറഞ്ഞത് അല്ലടാ. അല്ല, എന്ത് തെറ്റ് സഞ്ജു ചെയ്യാനാ? രണ്ടുപേരുടെ ഒളിച്ചുകളി ഞാൻ ഒരു ദിവസം പിടിക്കുന്നുണ്ട്. വാചകടിച്ചിക്കാതെ പെട്ടെന്ന് വാ, കഴിക്കാം. പോയാ ഭാഗ്യം. എന്നാ ഇവളെവിടെയാ പോയെന്ന് നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അവള് നേരത്തെ എത്തുമെന്ന് ഞാൻ കരുതി. അമ്മയെ വിളിച്ചപ്പോ അവള് ബാത്റൂമിലാണെന്നാണല്ലോ പറഞ്ഞേ. അത് ഇനി അതിനെപ്പറ്റി സംസാരം വേണ്ട. മോള് ചെന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കും. ചെല്ലേ. ഇന്നലെ അമ്മയുടെ വായിന്ന് ശരിക്കും കിട്ടിയല്ലേ? അമ്മ എന്നോടും പറയാതെ പോയത്. ചേച്ചി സമ്മതം തരാതിരുന്ന ഞാൻ പോവില്ല. എനിക്ക് മുത്തശ്ശിയെ കാണാനും പറ്റാതാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. ഭാഗ്യത്തിന് അമ്മ പോയിട്ട് വന്നതൊന്നും അമ്മയുടെ സംസാരത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടെ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മ അന്ന് മുത്തശ്ശിയുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നോണ്ട് ഞാൻ ക്ഷമിച്ചു. ഞാൻ അമ്മൂനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അമ്മൂന് വേണ്ടി വാങ്ങിയതാ. എന്റെ എൻഗേജ്മെന്റിന് അമ്മു ഇത് വേണം ധരിക്കാൻ. സാരിയാണോ? ഞാൻ തരുത് എന്തായാലും അമ്മു ധരിക്കില്ലേ? ഓഫീസിലേക്കാണോ? എനിക്ക് വേണോന്ന് വെച്ചിട്ടല്ല ഞാൻ അങ്ങോട്ട് പോകുന്നത്. സഞ്ജുവിനെ ഓർത്തിട്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതേ. കവിതയ്ക്ക് അത്ര സൂചിച്ചിട്ടൊന്നുമില്ല. നിക്ക്, സഞ്ജുവിന്റെ എൻഗേജ്മെന്റിന് നിനക്ക് ഞാനൊന്നും വാങ്ങി തന്നില്ലെന്നുള്ള പരാതി വേണ്ട. സംശയിക്കേണ്ട, സ്വർണം തന്നെയാണ്. പുതിയ വളകളാണല്ലോ. ജ്വല്ലറി പിന്നെ എന്തുവാടി? പഴയ സ്വർണം കിട്ടുമോ?
സത്യം പറ, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതാ കുഴപ്പം. വാങ്ങിക്കൊടുത്താൽ ഒരു വിശ്വാസവും വരില്ല. വേണ്ടെങ്കിലേ ഇങ്ങി തന്നേക്ക്. വാങ്ങി ഷോപ്പിൽ കൊടുത്താലേ 1 രൂപ കുറയ്ക്കത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ സ്വർണം വാങ്ങി തന്നതല്ലേ? എനിക്കിത് വേണം. നിന്നെ സുഖിപ്പിക്കാന്ന് കരുതി ദിനേശൻ തന്നതല്ലടി. നീ അതുകൊണ്ട് കാണിക്കുമ്പോ ഇവിടെ ഉള്ളവർക്ക് എന്നോടൊരു മതിപ്പൊക്കെ വരും. അത് മുതലെടുത്ത് വേണം വരാൻ പോകുന്ന സഞ്ജുവിന്റെ വിവാഹത്തിന് നല്ലൊരു തുക തട്ടിയെടുക്കാൻ. സഞ്ജു, എന്താ പറ്റി? സഞ്ജു തന്നെയാണോ ഈ ഫയലിൽ സൈൻ ചെയ്തത്? അതെ, ഈ ഫയൽ ഇതൊരു അക്കൗണ്ട്സിലേക്ക് അയച്ചില്ലേ? അവിടെ നിന്ന് കവിത മാഡം റിട്ടേൺ ചെയ്യിച്ചതാ സാർ. പല കാരണങ്ങൾ കൊണ്ട് ഞാൻ മടക്കി അയച്ച ഫയലിലാണ് സഞ്ജു സൈൻ ചെയ്തത്. ദിയെ കൊണ്ട ദിനേശൻ വീണ്ടും ഈ ഫയൽ സഞ്ജുവിനെ കൊണ്ട് സൈൻ ചെയ്യാനായി ടേബിളിൽ എത്തിച്ചത്. ഞാൻ നിരപരാധിയാണ് സാർ. ദിനേശൻ സാർ പറഞ്ഞത് MD ഈ ഫയൽ ആവശ്യപ്പെട്ടെന്നാ. ദിയെ പോയിക്കോളൂ. അങ്കിൾ എന്തിനാ അപ്പൊ ചെയ്തത്? ഈ ബില്ല് പാസ്സായി കിട്ടിയാൽ ദിനേശന് ഗുണമുണ്ട്. പണത്തിൽ കവിഞ്ഞ് ദിനേശിന് ഒരു നോട്ടവും ഇല്ല എന്ന് സഞ്ജു ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അപ്പച്ചി മടക്കിയ ഫയൽ അങ്കിൾ എന്തിനാ എന്റെ ടേബിളിൽ എത്തിച്ച്? സഞ്ജു ഇതിലെ മുഴുവൻ പേപ്പേഴ്സും നോക്കിയിട്ടല്ലേ സൈൻ ചെയ്തത്. കവിത ഈ ഫയൽ മടക്കാൻ കാരണം ഒന്നുകിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ കോൺട്രാക്ടർ പോറ്റിയോടുള്ള ശത്രുത. ഇന്നലെ വന്ന ദിനേശിനെ എന്തറിയാം കമ്പനിയെ പറ്റി? മോനെ, രാജീവൻ പോയി ഈ സൈറ്റ് പരിശോധിച്ചതാ. അതിന്റെ റിപ്പോർട്ടാ ഇത്. ഈ കോൺട്രാക്ട് കൊണ്ട് 80 ലക്ഷം രൂപയുടെ പ്രോഫിറ്റാ പോറ്റി നമുക്ക് ഉണ്ടാക്കി തന്നത്. എന്നിട്ട് ആ പാവം പോറ്റിയുടെ ബില്ലുകളാ കവിത തടഞ്ഞു വെച്ചേക്കുന്നത്. കോൺട്രാക്ടേഴ്സ് നമ്മളെ അല്ലാതെ വേറെ ആരെ വിശ്വസിക്കും? ഏറ്റിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഇവന്റെ മനസ്സിൽ കയറിപ്പറ്റും. ഭാഗ്യത്തിനാ ഈ ഫയലുകൾ എന്റെ കൈ കിട്ടിയത്. ഈ ഫയൽ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കപ്പച്ചി. രാജീവേണ്ട റിപ്പോർട്ട് ഒരിക്കലും തെറ്റില്ല. അങ്കിൾ, കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പച്ചിക്ക് പിടിപ്പത് ജോലിയാ, അങ്ങനെ പറ്റിപ്പോയതാവും. അവന്റെ മുമ്പിൽ ജയിച്ചൊന്ന് കരുതണ്ട ദിനേശ. ഞങ്ങളുടെ കുടുംബത്തിലെ പട്ടിയുടെ വില മാത്രമേ നിനക്കുള്ളൂ. മൈൻഡ് ഇറ്റ്. വാലാട്ടനെ വലിഞ്ഞു കയറി വന്നവനല്ല ഞാൻ. മംഗലശ്ശേരിയിലെ മരുമകനാ ഞാൻ. നിനക്കാര് വില തന്നു? അവൻ വില തന്നിട്ട് പോയത് നീ കണ്ടില്ലേ? ആർക്കു വേണ്ടിയടി രഹസ്യമായി നീ സമ്പാദിക്കുന്നത്? നിനക്കൊരു കുടുംബം പോലും ഇല്ല. ശ്രീദേവി കഴിഞ്ഞാൽ എന്റെ 2ാം നമ്പർ ശത്രു നീയാ, കരുതിയിരുന്നു. നീയേ ഒരു കല്യാണം കഴിക്ക്, അന്നേ തീരൂ. പുരുഷന്മാരെ കാണുമ്പോൾ നിന്റെ ഈ അഹങ്കാരം. ഇനി നീ ഇതാവർത്തിച്ചാൽ കവിതയുടെ ശരിക്കുള്ള മുഖം നീ കാണും. രാജകുമാരൻ.
പോലെ സ്നേഹിക്കുന്ന ചേച്ചിയെ എന്റെ കല്യാണ ഫോട്ടോ കാണിക്കാതിരിക്കുന്നത് തെറ്റല്ലേ? എന്റെ ആളിനെ ചേച്ചി കാണേണ്ടതാ. പക്ഷെ ചേച്ചി കണ്ട അദ്ദേഹത്തെ തേടി പിടിക്കും. അമ്മോ, ഇത് നിനക്ക് വേണ്ടി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ ഫാൻസി ഐറ്റംസാ. ഇരിക്കേ. ഇതൊക്കെ അഞ്ജലിയുടെ ബാഗിലായിപ്പോയി. ഇന്നാ കിട്ടിയേ. പൊട്ടും വളകളും നല്ല ഭംഗിയുള്ള മാലകളും ഉണ്ട്. നീ ഇതൊക്കെ ഇട്ട് കണ്ട ഭയങ്കര രസമായിരിക്കും. കുങ്കുമുണ്ടോ ചേച്ചി? എനിക്കറിയില്ലേ നിന്നെ. നല്ല ഭംഗിയുള്ളൊരു കുങ്കുമച്ചെപ്പുണ്ട്. നീ അത് തുറന്നു നോക്ക്. ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ ഇതൊക്കെ ഇടാം. നീ വാ, ഫുഡ് കഴിക്കാൻ അച്ഛൻ താഴെ വെയിറ്റ് ചെയ്യുക. ചേച്ചി ചെല്ല്, ഞാനിത് വെച്ചിട്ട് വരാം. ഹലോ അളിയ, അളിയൻ ലച്ചുവിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെന്നറിയാം. ആ അതെ, അവൾ എവിടെയുണ്ടെന്ന് ഉടനെ ഞാൻ അറിയിക്കാം. ഇനി അത് വേണ്ട അളിയ. ലച്ചു ഞങ്ങളെ കാണാൻ വന്നു. അവക്കിപ്പോ ഒരു പ്രശ്നങ്ങളുമില്ല. അവള് സുഖമായിട്ടിരിക്കുന്നു. അവള് വീട്ടിലുണ്ടോ? അവക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അളിയൻ അറിയില്ലേ? അവള് പോയി. അവൾ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞോ? ഇല്ല, അളിയനെ വിഷമിപ്പിക്കരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞു. ഇനി അളിയനെ ബുദ്ധിമുട്ടിക്കാൻ ഞാനും വരില്ല. അളിയൻ ചെയ്തത് വലിയൊരു കാര്യം. ഞങ്ങൾക്ക് എന്നും അളിയനോട് നന്ദിയുണ്ട്. ലച്ചു അവളൊരു പാവമാ. അവള് കാരണം ആരും വേദനിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതവളുടെ മനസ്സിൻ്റെ നന്മയാണ്. അളിയനെ അവൾ സ്നേഹിക്കുമ്പോഴും അളിയനൊരു ദോഷവും വരരുതെന്ന് കരുതിയ അവൾ ഒഴിഞ്ഞു പോയത്. ലച്ചുവിനെ പോലെ ഒരു പെൺകുട്ടിയെ അളിയൻ ഇനി ജീവിതത്തിൽ കാണില്ല. ശരി അളിയ, അളിയന് നല്ലത് മാത്രമേ വരൂ.
എന്താ ഞാൻ ഈ കാണുന്നേ? ഇത്ര നാള് ദൈവവിശ്വാസമില്ലാത്ത ആള് പൂജാപുറിയും ഇറങ്ങി വരുന്നു. ആശ്രയം നഷ്ടമാകുമ്പോ ദൈവത്തെ അഭയം പ്രാപിക്കാൻ അമ്മ എപ്പോഴും പറയും. അത് സത്യയുടെ രാജു. എനിക്ക് ഇന്നത് ബോധ്യായി. എന്ത് പ്രാർത്ഥന ഇപ്പൊ പ്രാർത്ഥിച്ച്? എടാ, ലച്ചു തിരികെ അവളുടെ വീട്ടിൽ ചെന്നു. ആണോ? ആ, അവളുടെ ഏട്ടൻ വിളിച്ചു പറഞ്ഞതാ. അതൊരു നല്ല വാർത്ത തന്നെയാ. നീ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരബദ്ധം കൂടാതെ അവള് വീട്ടിലെത്തി. പിന്നെ നിന്റെ വിവാഹ നിശ്ചയം വരാൻ പോവാ. എനിക്കൊരു പേടിയുണ്ട്. അവളെങ്ങാൻ ആ സമയത്ത് വന്ന എങ്കിൽ അവൾ എന്നെ വിട്ടു പോവോ? കൺമുമ്പിൽ വന്ന് പെട്ടപ്പോ ഓടിപ്പോവാൻ അവൾ നോക്കിയത്. ഇനി ഞാനായിട്ട് അങ്ങേക്കൊരു തടസ്സം വരാതിരിക്കാന് ഒന്നും പറയാൻ നിൽക്കാതെ ഞാൻ ഒഴിഞ്ഞു പോയത്. നിങ്ങൾ സന്തോഷത്തോടെ എന്നും ഒന്നിച്ച് ജീവിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. ഒരിക്കലും അവള് വരില്ല. അവളുടെ ഏട്ടൻ പറഞ്ഞത് സത്യം. അവളെ പോലൊരു പെണ്ണ് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞാൻ അവളെ രക്ഷിക്കാൻ മാത്രം ചെയ്തെന്ന് അവൾക്കറിയാം. അത് മനസ്സിലാക്കിയെന്നതാ എന്റെ സമാധാനം. എനിക്ക് എന്റെ സന്തോഷം ഇപ്പൊ തിരിച്ചു കിട്ടിയത്. ആടാ, ആഹാ, ഇന്നെന്റെ മോന്റെ മുഖമൊന്നും തെളിഞ്ഞില്ല. എന്താ കാര്യം? പറ. അവനൊരു വലിയ പ്രോബ്ലത്തിലായിരുന്നു. അത് പരിഹരിച്ചതായി ഒരു കോള് വന്നു. ആണോടാ? ഈശ്വര, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചതും അതായിരുന്നു. ഞാനിപ്പോ അമ്മയുടെ പഴയ സഞ്ജുവാ. മതി മോനെ, അമ്മയ്ക്കത് മതി. സന്തോഷായിട്ടിരിക്കും. എനിക്കെന്തോ നാവ് പൊങ്ങിയതാ പറയാൻ. പിന്നെ പറയണ്ട. സഞ്ജു വിട്ടോ, അല്ലെങ്കിൽ ഞാൻ അമ്മോടിപ്പോ പറയും. സഞ്ജു വിടും. ഭഗവാനെ, എന്റെ മകന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാ ഈ വീട്ടിൽ. അതവൻ മാത്രം അറിയുന്നില്ല. ഭഗവാനെ, അവനെ കാത്തോളണേ. പ്രഭേ, 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 ഇത് കണ്ടോ? സാരി നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ മോളെ. എന്റെ മോളെ കണ്ട ഇപ്പൊ ദേവതയെ പോലുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അമ്മൂന. അവളാ നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിപ്പിച്ചേ. നീ മിടുക്കി തന്നെ. എന്റെ ശ്രീകുട്ടിയുടെ മനസ്സ് മാറ്റിയല്ലോ. അമ്മേ, കൊള്ളാമോ? സൂപ്പർ. ഇനി വാശിയൊന്നും വേണ്ട. മോള് വിവാഹ നിശ്ചയത്തിന് സാരി തന്നെ ചുറ്റണം. ചുറ്റില്ലെങ്കിൽ എല്ലാരും കൂടെ എന്നെ ചുറ്റിക്കില്ലേ?
നല്ലതാ, നല്ല ഭംഗിയുണ്ട്. പെണ്ണിന്റെ സൗന്ദര്യ സാരി തന്നെയാ. കൊള്ളാല്ലേ?